വിഷ്ണു, കോടതിയിൽ ദേശീയപാത അതോറിറ്റി പരമാവധി എന്ന് പറഞ്ഞാൽ ഈ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുമോ എന്ന ആശങ്കയിൽ പരമാവധി പറയാൻ കഴിയുന്ന വാദങ്ങളൊക്കെ പറഞ്ഞു നോക്കി. കോടതി ഓരോന്നോരോന്നായി ലോജിക്കലി അത് പൊളിക്കുന്ന കാഴ്ച നമ്മൾ വാദത്തിന്റെ കാലയളവിലൊക്കെ കണ്ടതാണ്. വിഷ്ണു, ഹാഷ്മി, അവർ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നുവെന്ന് ആവർത്തിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിയെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച, അതായത് ഈ തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളതെന്നും ഇവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏകദേശം 60 കിലോമീറ്റർ വരുന്ന റോഡിൽ അതിന്റെ 5% മാത്രം പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ടോൾ റദ്ദു ചെയ്യുന്ന നടപടി ശരിയല്ല എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ച നിലപാട്. പക്ഷേ കോടതി അതിന് വിഭിന്നമായ നിലപാടാണ് എടുത്തത്. ടൈം ഈസ് മണി എന്ന് കോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഈ അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചിരുന്നു. ജനങ്ങൾ മണിക്കൂറുകളോളമാണ് ഈ ബ്ലോക്കിൽ കെട്ട്, ആ ഗതാഗത കുരുക്കിൽ കെട്ട് അവിടെ കിടക്കുന്നത്. ഈ അടുത്ത ദിവസം പോലും അവിടെ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായി അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ദുരിതം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഒരു ശവസംസ്കാര ചടങ്ങിൽ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങുകയും പിന്നീട് അങ്ങോട്ടേക്ക് ഈ ബ്ലോക്കിൽ പെട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്താവുകയും ചെയ്ത ഒരുപാട് കേസുകൾ, അത്തരത്തിൽ അതൊരു കേസ് മാത്രമാണ്, അത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ട്. പല ആളുകൾക്കും സമയത്തിന് ജോലിക്കെത്താൻ പറ്റുന്നില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ആംബുലൻസുകൾ തടസ്സപ്പെടുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോഴും കൈകെട്ടി നിൽക്കുകയായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി. ടോള് പിരിക്കാനുള്ളത് ഞങ്ങളുടെ അധികാരമാണ്, അത് ഞങ്ങൾ ചെയ്യും എന്നൊരു ധാർഷ്ട്യത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവ് സമ്മർദ്ദത്തിലൂടെ അട്ടിമറിക്കാൻ അവർക്കായത്. പക്ഷെ കോടതിക്ക് മുൻപിലേക്ക് എത്തിയപ്പോൾ ആ സമ്മർദ്ദം ഒന്നും വിലപ്പോയില്ല. കോടതി ജനപക്ഷത്ത് നിന്നു എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അത് ഒരു തവണയല്ല പലതവണ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരമാണ് ഈ ടോൾ എന്ന് കോടതി എത്രയോ വട്ടം ആവർത്തിച്ചു പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ ഉത്തരവിലേക്ക് പോകാനുള്ള കാരണം തന്നെ ആ ഒരു നിലപാടാണ്. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈ നിലപാട് താൽക്കാലികമായി അവിടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനോടകം തന്നെ അവിടെ ഈ സർവീസ് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു യോഗം വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തദ്ദേശ വകുപ്പിനെയും അതോടൊപ്പം തന്നെ PWD എല്ലാവരെയും ഏകോപിച്ചുകൊണ്ടാണ് ആ യോഗം വിളിച്ചത്. അതുകൊണ്ട് ഈ മറ്റിടങ്ങൾ, അതായത് പ്രധാനപ്പെട്ട പാതയ്ക്ക് സമാന്തരമായി കിടക്കുന്ന പാതകൾ നവീകരിച്ചുകൊണ്ട് അതുവഴി വാഹനങ്ങൾ തിരിച്ചുവിട്ട് തിരക്ക് കുറയ്ക്കാനുള്ള ഒരു നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന്. പക്ഷേ ഇതെല്ലാം പേപ്പറിലും അതോടൊപ്പം തന്നെ വാക്കാൽ പറയുന്നത് മാത്രമാണ്. ഇതൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ദൃശ്യങ്ങൾ. എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ ചെയ്താലും അവരെ തൊടാൻ കഴിയുന്നവരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന ചുങ്കപ്പിരിവുകാരുടെ പ്രധാന മുഖമുദ്ര എന്നുള്ള ധാർഷ്ട്യമാണ്. അവിടെ പിരിക്കാനിരിക്കുന്നത് അവരുടെ ജീവനക്കാരാണ് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് പോലും അവരുടെ മുഖത്ത്, നമ്മളോട് അതുവഴി അവരുടെ മുഖത്ത് നോക്കിയാൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ മുഖത്ത് പുച്ഛവും ധാർഷ്ട്യവും തന്നെയാണ്. വിഷ്ണു, അതെന്തുകൊണ്ടാണ്? അത് ആരാലും തൊടാൻ കഴിയാത്തവർ എന്നുള്ള അഹങ്കാരം കൊണ്ടാണ്. ആ അഹങ്കാരത്തിന്റെ മൂർധാവിന് ഹൈക്കോടതി പ്രഹരം കൊടുക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമചരിത്രത്തിൽ തന്നെ ഒരു പുതിയ നല്ല കീഴ്വഴക്കമാണ്. വിഷ്ണു, ഹാഷ്മി, തീർച്ചയായും ഹൈക്കോടതിയുടെ നിലപാട്, ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ഈ പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടോൾ പിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം കേസുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുൽകുമാർ, ദീർഘനാളായി അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ടോൾ അവിടെ കളക്ടർ ഉത്തരവ് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തായാലും അവരുടെ ആ ധാർഷ്ട്യം ഒരു 4 ആഴ്ചത്തേക്കൊന്ന് കുറയും എന്ന് പറയുന്നത് നൽകുന്ന ആനന്ദം ചെറിയ ആനന്ദമല്ല. CVS സുൽകുമാർ, വളരെ വലിയ ആനന്ദം തന്നെയാണ്. കാരണം ഈ കലക്ടറുടെ ഉത്തരവ് പോലും പുല്ല് വില കൽപ്പിക്കുന്ന ആളുകളാണ് ടോൾ പ്ലാസയുടെ മുതലാളിമാര്. അവരെ 4 ആഴ്ചക്കാലം അവരുടെ ടോൾ പിരിവ് മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശം ഹൈക്കോടതി സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ഒത്താശകളും അതുപോലെ തന്നെ ഈ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അവര് പ്രാദേശിക ഭരണകൂടത്തെയോ പ്രാദേശിക ഗവൺമെന്റുകളെയോ വിലവെക്കാതെ തന്നിഷ്ടപ്രകാരം അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമപ്രകാരം ജനങ്ങൾക്ക് നൽകേണ്ട ഒരു സർവീസും ഈ ടോൾ കമ്പനികൾ നടത്തുന്നില്ല. ഇതെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടതിനും കൂടി അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ ആളുകൾക്ക് ഇത്രയും പ്രയാസം ഉണ്ടായിക്കൊണ്ട്. സർവീസ് റോഡുകളാണെങ്കിലും അനുബന്ധ സൗകര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ ഈ ടോൾ കമ്പനികൾ അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പൈസ പിടിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് മരവിപ്പിച്ചാൽ മാത്രം പോരാ, ഇവരുടെ ഈ ടോൾ പിരിവ് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു.
കാരണം അവർ പറഞ്ഞ കാലാവധിയേക്കാൾ അപ്പുറത്തുള്ള കാലാവധി ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവര് ഇപ്പൊ പിരിച്ചിരിക്കുന്ന കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ എത്രയോ ഇരട്ടി തുക അവര് ജനങ്ങളിൽ നിന്നും അവർ കൊള്ള ലാഭം 6 ഇരട്ടി എന്നൊക്കെയാണ് നമുക്ക് ആധികാരിക കണക്കിലെത്ത 6 ഇരട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവർ കൊള്ളലാഭം ഉണ്ടാക്കട്ടെ. പക്ഷെ അത് ജനങ്ങൾക്ക് ബേസിക്സ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷന്റെ ഭാഗമായി പോയി. കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടം കുഴിയാണ്. അത് കയറി ഇറങ്ങണം. എന്തൊരവസ്ഥയെന്നറിയോ? പാതാള കുഴിയാണ്. അതൊന്നും അവർ വില വെക്കുന്നില്ല. ഇതൊക്കെ കാശ് പിരിക്കുന്ന ടോൾ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതിലൂടെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അല്ല, വലിയ പൈസ കൊടുത്താലും നമ്മുടെ വണ്ടികളുടെ ഹബ്ബ് ഒടിഞ്ഞു അല്ലെങ്കിൽ അതിനെ വലിയ മെയിൻ്റനൻസ് നടത്തേണ്ടി വരികയാണ് സ്ഥിരമായി പോകേണ്ട ആൾക്കാർ. അപ്പോ ഒരു വാഹന ഉടമയെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് അമിതമായ ടോൾ ഈടാക്കുന്നു എന്നുള്ള പ്രശ്നം പൊതുവെ എല്ലായിടത്തും ഉണ്ട്. അതിന് പുറമെ യാതൊരു തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ ടോൾ പിരിവ് ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ്. കാരണം അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടി. ഇതിനിപ്പോ 6 ഇരട്ടി എന്നുള്ള കണക്കൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ അവർക്ക് കിട്ടേണ്ട പൈസയേക്കാൾ എത്രയോ ഇരട്ടി പൈസ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ലാഭം മാക്സിമം അവർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നനഞ്ചടം കുഴിക്കുക എന്ന് പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടും ഒത്താശയോടും കൂടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിൻബലം അവർക്കുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്തുകൊണ്ടും ആഹ്ലാദകരമാണ്, സ്വാഗതാർഹമാണ്. താങ്ക് യു ശ്രീ വി എസ് സുനിൽകുമാർ. എന്തായാലും അതുവഴി ഒരു തവണയെങ്കിലും പോയ എല്ലാവരും പങ്കുവെക്കുന്ന വികാരം തന്നെ ആവണം. ഇപ്പോൾ ഉറപ്പായും ഈ ജഡ്ജിമാരോടൊപ്പം ആ റോഡിൽ കൂടെ പോയിട്ടുണ്ടാണല്ലോ. എന്തായാലും ആ റോഡിൽ കൂടെ പോവാതെ, അത് പ്രധാനപ്പെട്ട പാതയാണല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് അതിൻ്റെ പ്രത്യാഘാതം ഏൽക്കാതെ ആ റോഡിൽ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ട് കമന്റ് ബോക്സിൽ പറയണം. എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ തിരക്കില്ലാതെ അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ടുപോകാതെ, വണ്ടി കുഴി ചാടാതെ, നമ്മൾ സ്വയം ശപിക്കാതെ ആ റോഡിൽ കൂടെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ എല്ലാവരുടെയും വികാരമാണത്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ചാടി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ഈ പറയുന്ന അതിന് പറയുന്നത് ബൂം ബാരിയർ, ഈ സാധനം വെച്ച് അടയ്ക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റേ ഫാസ്ടാഗ് അല്ലെങ്കിൽ ഇരട്ടി പൈസ പിഴിഞ്ഞു വാങ്ങുന്നു, എന്ന് വിടുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷം, അത് ചെറിയ രോഷമാണ്. അപ്പോൾ ചില ആളുകൾ അതുവഴി പോകുമ്പോഴേക്കും പൈസ തരാൻ പറ്റില്ല എന്ന് നിലപാടെടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് പക്ഷേ നിയമവിരുദ്ധമാണ് താനും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ, അങ്ങനെയൊക്കെയുള്ള ധാർമ്മിക രോഷങ്ങളിലാണ് കോടതി ഇടപെടൽ. അത് ശരിയാവണ്ണമുള്ള ഇടപെടലാണെന്ന് 100% തർക്കമില്ലാതെ പറയുകയും ചെയ്യാം. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എപ്പോഴാണ് വരിക? ഇപ്പം 4 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പരിഹരിക്കണമെന്നാണോ കോടതി പറയുന്നത്? 4 ആഴ്ചയ്ക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്താകും തുടർ നടപടി എന്ന കാര്യം കോടതി പറയുന്നുണ്ടോ വിഷ്ണു? ഹാഷ്മി, കോടതിയുടെ ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുമെന്നാണ് ഇന്ന് വാക്കാൽ പറഞ്ഞത്. അതിൽ പ്രധാനമായും പറയുന്നത് 4 ആഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന്. അതിനുശേഷം തുടർ നടപടികൾ, അത് സ്വാഭാവികമാണ്, അത്തരത്തിലാണ് കോടതി നടപടികൾ ഉണ്ടാകുക. ഈ 4 ആഴ്ച എന്തെല്ലാം നടപടികൾ, പ്രത്യേകിച്ച് ഈ റോഡിന്റെ നവീകരണം, അതോടൊപ്പം തന്നെ ഇടറോഡുകളുടെ നവീകരണം, വൈഡനിങ് ഉണ്ടെങ്കിൽ അത്, ഈ ടാറിംഗ് ഉണ്ടെങ്കിൽ അത്, അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവിടെ പൂർണ്ണ ഗതാഗതം, അതായത് 2.8 കിലോമീറ്റർ ആണ് പ്രശ്നമെങ്കിൽ ആ 2.8 കിലോമീറ്ററും സഞ്ചാരയോഗ്യമാക്കി 60 കിലോമീറ്ററിലൂടെയും ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള വഴി ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതിനുശേഷം ടോള് പിരിച്ചാൽ മതി എന്നാണ് കോടതി പറയുന്നത്. 4 ആഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാനായില്ല എങ്കിൽ സ്വാഭാവികമായും ഈ സസ്പെൻഡ് ചെയ്ത നടപടി കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളുകളത്തേക്കൂടി നീട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 4 ആഴ്ച എന്ന് പറയുന്നത് ചെറിയ കാലയളവാണ്, നമുക്കൊക്കെ അറിയാം. അവരുടെ ഇക്കാലം അത്രയും പിരിച്ച പിരിവിൽ 4 ആഴ്ച ഒന്നുമല്ല. അവർ കൊണ്ടുപോയ കോടികളിൽ 4 ആഴ്ചയിൽ ഉണ്ടാകുന്ന നഷ്ടം അവർക്കൊന്നുമല്ല. എന്നാൽ പോലും അതൊരു കടുത്ത താക്കീതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. ഈ റോഡ് ആദ്യം വൃത്തിയാക്ക്, എന്നിട്ട് പൈസ, ഈ കൊള്ള പൈസ പിരിച്ച് ഭാണ്ഡം വീർപ്പിക്കുക എന്ന് പരോക്ഷമായി കോടതി പറയുന്നു. നല്ല കാര്യമാണ് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.